അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വബിഹി നസ്തഈൻ വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുമ്മ അമ്മാ ബഅദ്. സഹോദരിമാരെ, അള്ളാഹുവിനെ സൂക്ഷിക്കുവാൻ എന്നോടെന്ന പോലെ എല്ലാവരെയും ഉണർത്തുകയും ഓർമ്മപ്പെടുത്തുകയുമാണ്. ഇന്ന് നമ്മൾ ഇവിടെ മനസ്സിലാക്കുന്നത് നിയാമകനായ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകിച്ച് നമ്മുടെ തലച്ചോറിനോട്, ദുഷണയോട്, ബുദ്ധിയോട് അള്ളാഹുവിന് വഴിപ്പെടുവാനും അള്ളാഹുവിൻ്റെ വിധിയെ വിശ്വസിച്ച് അതിന് വഴിപ്പെട്ട് കഴിയുവാനും നിർദ്ദേശം നൽകിയ, ആജ്ഞ നൽകിയ ഒരു വിഷയമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മുക്കല്ലിഫാണ്. മുക്കല്ലിഫ് എന്ന് പറഞ്ഞാൽ വിധിദാതാവ്. അള്ളാഹു കൽപ്പനയേകി വിരോധങ്ങൾ വിധിച്ചു, വിധി വിലക്കുകൾ അവതരിപ്പിച്ചവനാണ് അള്ളാഹു. അവനാണ് മുക്കല്ലിഫ്. നമ്മൾ മുക്കല്ലഫ്, വിധി വിലക്കുകൾക്ക് വിധേയരാവേണ്ടവർ, വിധി വിലക്കുകൾ നിശ്ചയിക്കപ്പെട്ടവർ. തക്ലീഫ്, അള്ളാഹുവിൽ നിന്നുള്ള വിധികളും വിലക്കുകളും. തക്ലീഫിൻ്റെ വിഷയം രണ്ട് നിലക്കുണ്ട്. ഒന്ന് തക്ലീഫുൽ ബദൻ, ശരീരങ്ങളോടുള്ള അള്ളാഹുവിൻ്റെ തക്ലീഫ്, ശരീരാവയവങ്ങളോട്. പിന്നെ തക്ലീഫുൽ അഖൽ, ബുദ്ധിയോടുള്ള അള്ളാഹുവിൻ്റെ തക്ലീഫ്, വിധിയും വിലക്കും. ഇമാം ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സയ്യിദുൽ ഖാതിർ എന്ന് പറയുന്ന വിശ്വപ്രസിദ്ധ ഗ്രന്ഥം, അതിൽ ഫക്കം ബൈന തക്ലീഫുൽ ബദനി വ തക്ലീഫുൽ അഖൽ, ശരീരത്തോടുള്ള അള്ളാഹുവിൻ്റെ തക്ലീഫ്, വിധിയും വിലക്കും, അതിനും തക്ലീഫുൽ അഖൽ, ദിഷണയോടുള്ള, ബുദ്ധിയോടുള്ള അള്ളാഹുവിൻ്റെ വിധിയും വിലക്കും, ഇതിനിടയിൽ എത്ര അന്തരമുണ്ട് എന്ന് ആശ്ചര്യത്തിൽ ഒരു ചോദ്യം ഉന്നയിക്കുന്നുണ്ട്. അതിനു മുമ്പ് അദ്ദേഹം ചില വിഷയങ്ങൾ പറയുന്നുമുണ്ട്. ഇമാം ഇബ്നുൽ ജൗസി ഇസ്ലാമിക ലോകത്തെ ഏറെ ശ്രദ്ധേയനായ, വിശ്വപ്രസിദ്ധനായ പണ്ഡിതനാണ് ഇബ്നുൽ ജൗസി. നമ്മൾ പലപ്പോഴും അദ്ദേഹത്തെ പല വിഷയത്തിലും അനുസ്മരിക്കാറുള്ള ഒരു മഹാനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ സയ്യിദുൽ ഖാതിറിൽ പറയുന്നത്, ആളുകൾ വിചാരിക്കുകയാണോ അതുറ യദുന്നുമാൻ അന്ന തക്ലീഫ ബിഗസ്ലിൽ ആദാ ബിറത്ലിൻ അവിൽ വുഖൂഫ് ഫീ മിഹ്റാബിൻ ലിഅദാഇ റകഅതൈൻ, അതായത് ഒരു റാത്തൽ വെള്ളം കൊണ്ട് അവയവങ്ങൾ കഴുകി ഒതു ചെയ്യലും ഒരു മിഹ്റാബിൽ കയറി 2 റകഅത്ത് നിസ്കരിക്കലും അതാണ് തക്ലീഫ്, അല്ലെങ്കിൽ അത് മാത്രമാണ് തക്ലീഫ് എന്ന് ആരെങ്കിലും വിചാരിക്കുകയാണോ? ആദാ അസ്ഹലു തകാലിഫ്, അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച വിധി വിലക്കുകളിൽ ഏറ്റവും അസ്ഹൽ ഇതാണ്, ഏറ്റവും എളുപ്പം, പെട്ടെന്ന് ചെയ്യാൻ പറ്റിയത് ഇതാണ് എന്ന് ഈ വുളു ചെയ്യുന്നതിനെക്കുറിച്ച്, ശുദ്ധി വരുത്തുന്നതിനെക്കുറിച്ച്, പിന്നെ നിസ്കരിക്കുന്നതിനെക്കുറിച്ചാണ് ഇബ്നുൽ ജൗസി പറയുന്നത്. എന്തിനാണ് അദ്ദേഹം ഇത് പറയുന്നത്? അദ്ദേഹം പറയുന്നത് അള്ളാഹുവിൻ്റെ വിധിയിലും വിലക്കിലും പർവ്വതങ്ങൾക്ക് പോലും താങ്ങാനാവാത്ത വിധിവിലക്കുണ്ട്. അതല്ലാണ് അമാനത്ത്. ഫഅബൈന യഹ്മിൽനഹ എന്ന് പറഞ്ഞില്ലേ, ഏൽക്കാൻ പർവ്വതങ്ങൾ വിസമ്മതിച്ച തക്ലീഫുണ്ടല്ലോ, അത് ഇതല്ല. പിന്നെ അത് ഏതാണ്? അദ്ദേഹം പറയുകയാണ്, ഇദാ റഅയ്തുൽ ഖദർ യജ്രി ബിമാ ലാ യഫ്ഹമുൽ അഖൽ, എൻ്റെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാനാവാത്ത വിധം വിധി പുലരുമ്പോൾ, സംഭവിക്കുമ്പോൾ, ആ വിധിക്ക് എൻ്റെ അഖലിനെ ഇതാൻ കീഴ്പ്പെടുത്തുക, അതാണ് ഏറ്റവും വലിയ തക്ലീഫ് എന്നാണ്. എന്നിട്ട് അദ്ദേഹം ഉദാഹരണം പറയുന്നുണ്ട്. കുട്ടികൾ നോവേൽക്കുക, മൃഗങ്ങൾ കശാപ്പ് ചെയ്യപ്പെടുകയും ജീവൻ നഷ്ടപ്പെടുകയും ചെയ്യുക തുടങ്ങിയ പോലുള്ള നമ്മുടെ ദിഷണക്ക് ഇതെന്തുകൊണ്ട് എന്ന് താങ്ങാനാവാത്ത വിധമുള്ള വിധികൾ സംജാതമാകുമ്പോൾ, എന്നിട്ട് അദ്ദേഹം പറയുന്നത്, ഈ വിധിയുടെ മുഖദ്ദിർ, ഈ വിധിയുടെ ആമിർ, ഇത് നിശ്ചയിക്കുന്നതും കൽപ്പിക്കുന്നതും അർഹമുർ റാഹിമീനാണ്, പരമകാരുണികനായ, കരുണാവാരിധിയായ, കാരുണ്യവാന്മാരിൽ ഏറ്റവും വലിയ കരുണാനിധിയായ അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് ഈ വിധി നടപ്പിലാക്കുന്നത്, ഇത് കൽപ്പിക്കുന്നത്. ആ വിധി നടക്കുമ്പോഴാണ് കുട്ടികൾക്ക് നോവേൽക്കുന്നത്, കാലികൾക്ക് ജീവഹാനി നഷ്ടപ്പെടുന്നത്, വിധി താങ്ങാനാവാത്ത വിധം സംജാതമാകുന്നത്. ഒരിക്കലും ബുദ്ധിക്കേൽക്കാൻ കഴിയുന്നില്ല. ഇത്തരം സന്ദർഭങ്ങളിൽ അള്ളാഹുവിൻ്റെ വിധിയെ, തക്ലീഫിനെ തലച്ചോറിനെ കൊണ്ട് സമ്മതിപ്പിക്കുക, ഈ വിധിക്ക് തലച്ചോറിനെ കീഴ്പ്പെടുത്തുക, ഇതാണ് ഏറ്റവും ഗൗരവപ്പെട്ട തക്ലീഫ്.
എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നിട്ട് അവിടെയാണ് പറയുന്നത് ഫഖം ബൈന തക്ലീഫിൽ ബദനി വ തക്ലീഫിൽ അഖൽ. നമ്മുടെ ശരീരങ്ങൾ കൊണ്ട് ചെയ്യാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച കാര്യങ്ങളുണ്ട്, നമ്മുടെ തലച്ചോറിനോട് ഏറ്റാൻ പറഞ്ഞ അള്ളാഹുവിൻ്റെ കൽപ്പനകളുണ്ട്. ഈ രണ്ട് കൽപ്പനകളും തമ്മിൽ എത്ര അന്തരമാണുള്ളത് എന്ന് അദ്ദേഹം പറയുകയാണ്. ശരീരങ്ങൾ അള്ളാഹ്ക്ക് കീഴ്പ്പെടുത്തി ആരാധനാകർമ്മങ്ങളും പെരുമാറ്റങ്ങളും ദീനീ കർമ്മങ്ങളും ഒക്കെ നമ്മൾ അനുഷ്ഠിക്കുന്നത് പോലെ നമ്മൾ അനുഷ്ഠിക്കുവാൻ ബാധ്യതപ്പെട്ട, അതിനേക്കാൾ ഗൗരവത്തിൽ നമ്മൾ നിർവഹിക്കാൻ ബാധ്യതപ്പെട്ട വിഷയമാണ് നമ്മളുടെ അഖലിന് ഗ്രാഹ്യമാകാത്ത വിഷയങ്ങൾ സംജാതമാകുമ്പോൾ അത് അള്ളാഹു വിധിച്ചതാണ് സംജാതമാകുന്നത്. ആ സംജാതമാകുന്നതിന് നമ്മളുടെ ധിഷണയെ നമ്മൾ കീഴ്പ്പെടുത്തുക, ഇതാണ് അദ്ദേഹം പറയുന്നത്. ഇതൊരു ഗൗരവപ്പെട്ട വിഷയമാണ്. പലപ്പോഴും ഈ ഭൂമിക്കുപരിയിൽ ഈ ദുനിയാവിൽ പല സംഭവങ്ങളും അരങ്ങേറും. മനുഷ്യർ അതിനു മുമ്പിൽ പകച്ചു പോകും. ഇതെന്തുകൊണ്ട് എന്നുള്ള ചോദ്യം വരെ ഉണ്ടാകും. അർഹമുർ റഹീമീനായ നാഥൻ്റെ വിധിയാണ് ഈ പുലരുന്നത്, അവൻ്റെ നിശ്ചയമാണ് ഈ നടമാടുന്നത് എന്നുള്ളത് കട്ടായാണ്. അപ്പോൾ മനുഷ്യൻ്റെ ധിഷണയെ നാഥൻ്റെ വിധിക്ക് കീഴ്പ്പെടുത്തി ക്ഷമിച്ചും സഹിച്ചും നാഥൻ പറഞ്ഞതുപോലെ ഈ പ്രകൃതിയുടെ പ്രതികൂലാവസ്ഥകളോട് പ്രതികരിച്ചു വർത്തിക്കുവാനുള്ള താക്കത്ത്, അതിനുള്ള അവസരം, അതിന് കഴിയൽ, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഏൽപ്പിച്ച അമാനത്താണ്. അത് നമ്മളിൽ നിന്നുണ്ടാകണം എന്നുള്ളതാണ്. പക്ഷെ പലപ്പോഴും പ്രത്യേകിച്ച് വർത്തമാന സാഹചര്യത്തിൽ അള്ളാഹു പറഞ്ഞില്ലേ, വമിനൻ നാസി മൻ യഅ്ബുദുല്ലാഹ അലാ ഹർഫിൻ ഫൈൻ അസാബഹു ഖൈറുൻ ഇത്മഅന്ന ബിഹി വഇൻ അസാബതുഹു ഫിത്നതുൻ ഇൻഖലബ അലാ വജ്ഹിഹി ഖസിറ ദുനിയ വൽ ആഖിറ ദാലിക ഹുവൽ ഖുസ്റാനുൽ മുബീൻ. എന്താ? വമിനൻ നാസ്, ജനങ്ങളിലുണ്ട്, മൻ യഅ്ബുദുല്ലാഹ അലാ ഹർഫിൻ, അള്ളാഹ്ക്ക് ഇബാദത്ത് എടുക്കുന്നവർ. അവരെവിടുന്ന ഇബാദത്ത് എടുക്കുന്നത്? അലാ ഹർഫിൻ, അറ്റത്തിരുന്നിട്ടുണ്ടെങ്കിൽ എന്താ? പെട്ടെന്നുണ്ട് പൊളിഞ്ഞു വീഴാൻ. അറ്റത്തിരുന്നിട്ടുണ്ടെങ്കിൽ ഒരു ഭാഗം പൊന്തിയിട്ടുണ്ടെങ്കിൽ മറ്റേ ഭാഗം താഴും, ആള് നിലംപരിശാകും. അങ്ങനെ അള്ളാഹ്ക്ക് ഇബാദത്ത് എടുക്കുന്നവരുണ്ട്. വമിനന്നാസി യഅ്ബുദുല്ലാഹ മൻ യഅ്ബുദുല്ലാഹ അലാ ഹർഫിൻ, അറ്റത്തിരുന്നിട്ട് അള്ളാഹ്ക്ക് ഇബാദത്ത് എടുക്കുന്ന ചിലരുണ്ട് എന്നാണ് പറയുന്നത്. ഫൈൻ അസാബഹു ഖൈറുൻ, അവന് വല്ല നന്മയും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇത്മഅന്ന ബിഹി, അവൻ സമാധാനചിത്തനാണ്, ആശ്വാസത്തിലാണ്, നിർവൃതിയിലാണ്. വൈൻ അസാബത്തുഹു ഫിത്നതുൻ, അതല്ല വല്ല പരീക്ഷണവും കെടുതിയുമാണ് ഏൽക്കുന്നത് എങ്കിൽ ഇൻഖലബ അലാ വജ്ഹി, അവൻ പുറംതിരിഞ്ഞു, മുഖം തിരിച്ചു, ഇബാദത്തുമില്ല, ഇബാദത്ത് നിശ്ചയിച്ച അള്ളയില്ല, ഖലാസ് മോന്തിരി. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഖസിറ ദുനിയ വൽ ആഖിറ, അവൻ്റെ ഈഹവും പരവും കെട്ടു. അള്ളാഹു നമ്മെ കാക്കട്ടെ, നഷ്ടത്തിലകപ്പെട്ടു. ദാലിക ഹുവൽ ഖുസ്റാനുൽ മുബീൻ, അതാണ് ഏറ്റവും വ്യക്തമായ നഷ്ടം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. എവിടെ ഈ ആയത്തിറങ്ങിയത്? അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമക്ഷത്തിലേക്ക് മദീനയിൽ ഗ്രാമീണതയിൽ നിന്ന് വരാറുണ്ടായിരുന്നു. ഗ്രാമീണയിൽ നിന്ന് ആളുകൾ വരും. ഈ ആളുകൾ വന്നിട്ട് അവർ ഇസ്ലാം ആശ്ലേഷിച്ച് മടങ്ങിപ്പോകുമ്പോൾ ഇദാ റഅ ഇംറഅതഹു വലദത് ഗുലാമൻ ഔ നുതിജത് ഖൈലുഹു ഖാല ഹാദാ ദീനുൻ സാലിഹ്. ഈ ഇസ്ലാം സ്വീകരിച്ചിട്ട് മടങ്ങിപ്പോണ ആളുകളുണ്ടല്ലോ, നാട്ടിൽ ചെന്ന് നോക്കുമ്പോൾ ഭാര്യ ആൺകുട്ടിനെ പ്രസവിച്ചിട്ടുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ അവൻ്റെ കുതിരകൾ, കാലികൾ പ്രത്യുൽപാദനം നടത്തി പെറ്റുപെരുകിയിട്ടുണ്ട് എങ്കിൽ അവൻ പറയും ഹാദാ ദീനുൻ സാലിഹ്, ഭയങ്കര നല്ല ദീൻ, നമ്മൾ സ്വീകരിച്ച ഇസ്ലാം സാലിഹായ ഇസ്ലാമാണ് എന്നവർ പറയും. എന്നാൽ അവൻ ഇദലം യറംറഅതഹു ലം തലിദ് വഖൈലുഹു ലം തുൻതജ് ഖാല ഹാദാ ദീനു സൂ, ഭാര്യ ആൺകുഞ്ഞിനല്ല ജന്മം നൽകിയിട്ടുള്ളത്. അവൻ പോരുമ്പോൾ ചിലപ്പം ഭാര്യ ഗർഭിണിയായിരിക്കും, പെൺകുഞ്ഞിനാണ് ജന്മം നൽകിയിട്ടില്ലെങ്കിൽ. അറാബികൾ അന്നത്തെ കാലത്ത് അവർക്ക് ആൺമക്കളോടായിരുന്നു ആസക്തി, പെൺമക്കളോട് വിരക്തിയായിരുന്നു. പെൺകുഞ്ഞ് ജനിക്കുക എന്ന് പറഞ്ഞെങ്കിൽ അള്ളാഹു പറഞ്ഞില്ലേ, വൈദാ ബുശ്ശിറ അഹദുഹും ബിൽ ഉൻസ ബല്ല വജ്ഹുഹു മുസ്വദ്ദൻ വഹുവ കദീം, നിനക്കുണ്ടായ കുഞ്ഞ് പെണ്ണാണെന്ന് അറിഞ്ഞെങ്കിൽ അവൻ്റെ മുഖം കറുത്തു, ദേഷ്യവും ദുഃഖവും പിന്നെ അടക്കി പിടിച്ചാണ് അവൻ്റെ ശിഷ്ടജീവിതം. യതവാറ മിനൽ ഖൗമി മിൻ സൂഇ മാ ബുശ്ശിറ ബിഹി, ആൾക്കൂട്ടത്തിൽ അവൻ മുണ്ടിട്ട് മൂടിയെന്ന പോലെ ഒളിഞ്ഞു നടക്കുന്ന അവസ്ഥ. മിൻ സൂഇ മാ ബുശ്ശിറ ബിഹി, അവൻ്റെ സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട പെൺകുഞ്ഞ് എന്ന അവൻ്റെ ഭാഷയിൽ അള്ളാഹു പറയുന്നത് മിൻ സൂഇ മാ ബുശ്ശിറ ബിഹി, അവൻ തെളിഞ്ഞ് നടക്കൂല, ഒളിഞ്ഞേ നടക്കുള്ളൂ. കാരണം ഉണ്ടായത് പെൺകുട്ടിയാണ് എന്നതിനാൽ.
അതായത് അന്നത്തെ ജാഹിലിയത്തിലെ അറബികൾ. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ഭാര്യ ആൺകുട്ടിക്ക് ജന്മം നൽകി ഓൻ വരുമ്പോൾ മദീനയിൽ വന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കേട്ട് പഠിച്ച് പോവുകയാണ് ഗ്രാമീണതയിലേക്ക്. അപ്പോൾ അവിടെ എത്തുമ്പോൾ വരുമ്പോൾ ഭാര്യ ഗർഭിണിയായിരുന്നു, ചെല്ലുമ്പോൾ ആൺകുട്ടിക്ക് ജന്മം നൽകിയിട്ടുണ്ട് എങ്കിൽ, പിന്നെ അവൻ്റെ കന്നുകാലികൾ പെറ്റ് പെരുകിയിട്ടുണ്ട് എങ്കിൽ ഹാദാ ദീനുൻ സാലിഹോ, നമ്മൾ ഇസ്ലാം സ്വീകരിച്ചു, അൽഹംദുലില്ലാഹ്, നല്ല മതം, ഇസ്ലാം സാലിഹായ മതം. അതല്ല, ഭാര്യ ആൺകുട്ടിക്ക് ജന്മം നൽകിയിട്ടില്ല, കാലികളിൽ അഭിവൃദ്ധിയും പ്രത്യുൽപാദനവും നടന്നിട്ടില്ല എങ്കിൽ ഹാദാ ദീനുൻ സൂ, ഇത് വളരെ മോശം മതം എന്നാണ്. ദീനുൻ സാലിഹ് എന്ന് പറഞ്ഞിട്ട് തമസ്സക ബി, ആ ദീനിനെ മുറുകെ പിടിക്കും. നേരെ മറിച്ചാണെങ്കിലോ ദീനു സൂ, ഇത് നമുക്ക് വേണ്ടാന്ന് അർത്ഥം ചെയ്യും, ദീനിനെ വിഗണിക്കും. അള്ളാഹു നമ്മെ കാക്കട്ടെ, നഊദുബില്ലാ. ഇബ്നു അബ്ബാസിന്റെ മറ്റൊരു നിവേദനം, സഹിഹായ ഹദീസുകളാണ്. ഈ ആയത്തിറങ്ങാനുള്ള മറ്റൊരു നിവേദനം, അറാബികൾ വരും, ഇസ്ലാം ആശ്ലേഷിക്കും, എന്നിട്ട് അവർ അവരുടെ നാടുകളിലേക്ക് മടങ്ങിപ്പോകുമ്പോൾ അവിടം ആമു ഹസ്ബിൻ വഗൈസിൻ വ ആമു വിലാദിൻ ഹസനിൻ, ഇങ്ങനെ പ്രയോഗം കാണാം. തിരിച്ച് നാട്ടിൽ ചെല്ലുമ്പോൾ ആമു ഗൈസിൻ, മഴ കിട്ടിയ വർഷമാണ്. ആമു ഹസ്ബിൻ, അഭിവൃദ്ധിയുടെയും ക്ഷേമത്തിൻ്റെയും വർഷമാണ്. ആമു വിലാദിൻ ഹസനിൻ, കന്നാലികളൊക്കെ നന്നായി പെറ്റുപെരുകിയ വർഷമാണ് എങ്കിൽ അവർ പറയും ഇന്ന ദീനന സാലിഹ്, നമ്മൾ സ്വീകരിച്ച ദീന് ഭയങ്കര ഉഷാർ ദീനാണ്, സാലിഹായ ദീനാണെന്ന് അവർ പറയും. അതേസമയം അവർ തിരിച്ചു ചെല്ലുമ്പോൾ അവിടെ ആമു തഹ്തിൻ, വരൾച്ചയുടെ വർഷമാണ്. ആമു ഗൈർ വിലാദിൻ, കാലികളിൽ അഭിവൃദ്ധിയില്ല, പോഷിപ്പില്ല, അങ്ങനത്തെ അവസ്ഥയാണ് എങ്കിൽ അവർ പറയും ഇന്ന ദീനന ലദീനു സു, നമ്മൾ സ്വീകരിച്ച ദീന് വളരെ മോശം ദീൻ, ഇങ്ങനെ അവർ പറയുമായിരുന്നു. ഈ വിഷയത്തെ പുരസ്കരിച്ചാണ് അള്ളാഹു ആയത്തിറക്കിയത്. വമിനന്നാസി മൻ യഅ്ബുദുല്ലാഹ അലാ ഹർഫിൻ, ഒരറ്റത്തിരുന്ന് അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യുന്ന ചില ആളുകളുണ്ട്. ഒരു നടുക്കൊക്കെ ഇരിക്കൂല, അറ്റത്തിരിക്കണ എന്തിനാ? എന്തെങ്കിലും ആനുകൂല്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് അമർന്നിരിക്കാം. അല്ല, ആനുകൂല്യമല്ല, പ്രതികൂലാവസ്ഥയാണെങ്കിൽ അവിടെ നിന്ന് അങ്ങോട്ട് വേഗം മൂടും തട്ടിച്ചാടി പോകാൻ. ഇസ്ലാം ഒഴിവാക്കാൻ അള്ളാഹു കാക്കട്ടെ, നഊദുബില്ലാ. അതാണ് അള്ളാഹു തുടർന്ന് പറയുന്നത്. ഫൈൻ അസാബഹു ഖൈറുൻ, ദീനിൽ വന്നിട്ട് വല്ല നന്മയും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇത്മാഅന്ന ബിഹി, ഉഷാറാണ്, ആശ്വാസം, സമാധാനം. വൈൻ അസാബത്തുഹു ഫിത്നത്തുൻ, അതല്ല ദീനിൽ വന്നതിന് ശേഷം പരീക്ഷണത്തിന് വിധേയമായിട്ടുണ്ട് എങ്കിൽ, ദുരിതമേറ്റിട്ടുണ്ട് എങ്കിൽ ഇൻഖലബ അലാ വജ്ഹിഹി എന്നാണ്, മൂപ്പര് പൂർവാവസ്ഥയിലേക്ക് മടങ്ങിപ്പോകുന്ന ദുസ്ഥിതി അള്ളാഹു നമ്മെ കാക്കുമാറാവട്ടെ. അതിനെക്കുറിച്ചാണ് അള്ളാഹു പറയുന്നത് ഖസിറ ദുനിയ വൽ ആഖിറ, ദുനിയാവും കെട്ടു, അവൻ്റെ ആഖിറവും കെട്ടു, ദാലിക ഹുവൽ ഖുസ്റാനുൽ മുബീൻ. ഈ വിഷയം നമ്മൾ വിശുദ്ധ ഖുർആനിൽ പലയിടത്ത് പല ശൈലിയിൽ വായിക്കും. ഫഅമ്മൽ ഇൻസാനു ഇദാ മബ്തലാഹു റബ്ബുഹു ഫഅക്രമഹു വനഅമഹു ഫയഖൂലു റബ്ബി അക്രമൻ വഅമ്മാ ഇദാ മബ്തലാഹു ഫഖദറ അലൈഹി റിസ്ഖഹു ഫയഖൂലു റബ്ബി അഹാനൻ. മനുഷ്യന്മാരുടെ സ്വഭാവം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിൽ പറയുന്നു. ഒരു വിശ്വാസിക്ക് താൻ ഇതിൽ ആര് എന്നുള്ളത് നോക്കാനും ആലോചിക്കാനും അളക്കാനും സാധിക്കണം. നാഥൻ പരീക്ഷിക്കുകയും ആ പരീക്ഷണം അള്ളാഹു പറഞ്ഞിട്ടില്ലേ, വലനബ്ലൂക്കും ബിശ്ശർരി വൽ ഖൈരി ഫിത്ന, ഷർറുകൊണ്ടും ഖൈറുകൊണ്ടും പരീക്ഷിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിച്ച് ആദരിച്ച് അനുഗ്രഹിച്ച് വർത്തിക്കുമ്പോൾ ഇദാ മുബ്തലാഹു റബ്ബുഹു ഫഅക്രമഹു വനഅമഹു ഫയഖൂലു റബ്ബി അക്രമൻ, എൻ്റെ റബ്ബ് എന്നെ ആദരിച്ചു എന്ന് അവൻ ഘോഷിക്കും. വഅമ്മാ ഇദാ മബ്തലാഹു ഫഖദറ അലൈഹി റിസ്ഖഹു, എന്നാൽ പരീക്ഷണം പ്രതികൂലമായിട്ടാണ്, ഉപജീവനം പരിമിതപ്പെടുത്തപ്പെട്ടുകൊണ്ടാണ് എങ്കിൽ റബ്ബി അഹാനൻ, എൻ്റെ റബ്ബ് എന്നെ അനാദരിച്ചു എന്ന് അവൻ ഗർജിക്കും. ഇതുപോലത്തെ വിശുദ്ധ വചനങ്ങൾ പല ചരിത്രങ്ങളുടെ വിഷയത്തിലാണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത്. പ്രതികൂലമായിട്ട് ഈ പ്രപഞ്ചത്തിൽ പലതും ഭവിക്കും. മുസീബത്ത് ഏൽക്കുക എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ നിശ്ചയിച്ച ഒരു സുന്നത്താണ്. അതിന് അള്ളാഹ്ക്ക് വലിയ ഹിക്മത്തുകളുണ്ട്. ചിലത് പ്രതികൂലമായി നോവേറ്റും വിധം വന്ന് ഭവിക്കും. അർഹമുർ റാഹിമനായ അള്ളാഹുവാണ് ഇത് ഏൽപ്പിക്കുന്നത്, ഇതുകൊണ്ട് കൽപ്പിച്ചത്, ഇത് വിധിച്ചത് എന്ന് മനസ്സിലാക്കി നാഥൻ ഈ വിധിച്ചതിലൊരു ഹിക്മത്തുണ്ട്, ഇത് അള്ളാഹുവിൻ്റെ ഒരു നീതിയുടെ തേട്ടമാണ് എന്ന് ഉറപ്പിക്കാൻ ഒരു വിശ്വാസിയുടെ ആദർശം അവനെ പ്രാപ്തമാക്കണം, ഒരുക്കണം. മുസീബത്തുകൾ വരിക എന്നുള്ളത് വിശുദ്ധന്മാരുടെ അളവിൽ വരെ നമ്മൾ വായിക്കുന്നതാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എന്താ? ഇദാ ഉസീബ അഹദുകും ബിമുസീബത്തിൻ ഫലിയദ്കുർ മുസീബതഹു ബി ഫഇന്നഹാ അഅ്ദമുൽ മസായിബ് എന്നാണ്. നിങ്ങൾക്ക് മുസീബത്തേറ്റാൽ ആ ഏറ്റ മുസീബത്തിനെ എനിക്കേറ്റ മുസീബത്തുമായിട്ട് നിങ്ങൾ തട്ടിച്ചു നോക്കി, അതുകൊണ്ട് താരതമ്യം ചെയ്യും. ഫഇന്നഹാ അഅ്ദമുൽ മസായിബ് എന്നാണ്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സയ്യിദായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ദുനിയാവിലും ആഖിറത്തിലും സയ്യിദ്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അഅ്ദമുൽ മസായിബ്, ഏറ്റവും വലിയ മുസീബത്ത് ഏറ്റതിനെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾ കേൾക്കുന്ന മുസീബത്തുകളെ എനിക്കേറ്റ മുസീബത്തിനെ തട്ടിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മുസീബത്ത് നിങ്ങൾക്ക് സഹിക്കാനാകും, അത് ചെറുതാണെന്ന് വിധിക്കാനാകും, നിസ്സാരമാണെന്ന് എന്ന നിഗമനത്തിലെത്താനാകും. അതുകൊണ്ടാണ് താരതമ്യം ചെയ്യാൻ പറഞ്ഞത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ജീവിച്ച ആ 23 വർഷ കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിടിച്ചുലച്ച മുസീബത്തുകൾ എത്ര നമ്മൾ വായിക്കും. വിശുദ്ധന്മാരെ തേടി, വിശുദ്ധരിൽ വിശുദ്ധരായ നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തേടി വരെ മുസീബത്ത് വന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ദുനിയാവിൽ അള്ളാഹുവിൻ്റെ ഒരു സുന്നത്താണ്. നമ്മൾ 2 ആയത്തുകൾ, ഒന്ന് വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സാബിരീൻ. എവിടെയാണ് ഈ ആയത്ത്? സൂറത്തുൽ ബഖറയിൽ. മറ്റൊരു ആയത്ത് ലതുബ്ലവുന്ന ഫീ അംവാലികും വഅൻഫുസികും വലതസ്മഉന്ന മിനല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലികും വമിനല്ലദീന അശ്റകൂ അദൻ കസീറ ലതുബ്ലവുന്ന ഫീ അംവാലികും വഅൻഫുസികും. എവിടെ ഈ ആയത്ത്? ഇവിടെ. ഇത് സൂറത്ത് ആലി ഇമ്രാനിൽ. ആദ്യത്തെ ആയത്ത് സൂറത്തുൽ ബഖറയിൽ, അടുത്തത് സൂറത്ത് ആലി ഇമ്രാനിൽ. സൂറത്തുൽ ബഖറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്ക കാലഘട്ടത്തിലാണ്, മദീന കാലഘട്ടത്തിൽ അവതരിപ്പിച്ച് മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് ഹിജറ വന്ന് ആദ്യം ഇറങ്ങിയ സൂറത്താണ് സൂറത്തുൽ ബഖറ. അതുകൊണ്ടാണ് അൻസാരികളെ കുറിച്ച്, മദീനക്കാരെ കുറിച്ച് യാ അഹ്ല സൂറത്തുൽ ബഖറ, സൂറത്തുൽ ബഖറയുടെ വാക്താക്കളെ എന്ന് പറയുന്നത്. കാരണം സൂറത്തുൽ ബഖറ വലിയ സൂറത്ത് വിശുദ്ധ മദീനയിൽ അവതീർണമായി, അതും മദീന ഹിജറക്ക് ശേഷം ഉടനെ. അതുകൊണ്ടാണ് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹുനൈൻ യുദ്ധവേളയിൽ യുദ്ധഭൂമിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒറ്റപ്പെടുന്ന അവസ്ഥ, ശത്രുക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നോക്കി ഇരച്ചു വരുന്ന അവസ്ഥ. അപ്പോൾ ആളുകൾ പായും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിക്കാൻ പറയുന്നുണ്ട്, യാ അഹ്ല സൂറത്തുൽ ബഖറ യാ മൻ ബായഅ തഹ്ത അഷ്ജറ, സൂറത്തുൽ ബഖറയുടെ വാക്താക്കളെ, വൃക്ഷത്തിന്റെ ചുവട്ടിലിരുന്ന് ബൈഅത്ത് ചെയ്ത, ബൈഅത്തുൽ റിദ്വാനിൽ പങ്കെടുത്തവരെ വരാൻ പറയേണ്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അൻസാരികളെ വിളിക്കണം അല്ലേ. അവർ പെട്ടെന്ന് വിളി കേട്ടിട്ടു ഇനി എത്ര പ്രതികൂലാവസ്ഥയാണെങ്കിലും പാഞ്ഞു വരാൻ ഉതകുന്ന വിശേഷണമാണ് അവർക്ക് അഹ്ലു സൂറത്തുൽ ബഖറ. ഞാൻ എന്താ പറഞ്ഞത്? മദീനയിലാണ് ഈ ആയത്തിറങ്ങുന്നത്. ഏത് ആയത്ത്? വലനബ്ലുവന്നകും, നാം നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും എന്ന് അള്ളാഹു ആണയിട്ട് പറയുന്ന ആയത്ത്. എന്താ പരീക്ഷണം? വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂ, പേടി, വിശപ്പ്. പിന്നെ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത്, ആൾ നഷ്ടം, വിഭവങ്ങളിലുള്ള നഷ്ടം, സ്വത്തിലുള്ള നഷ്ടം. ഇതുകൊണ്ട് പരീക്ഷിക്കുക തന്നെ ചെയ്യും എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്. അൻസാരികളോട് പ്രത്യേകിച്ച്, ഹിജറ വന്ന മുഹാജിറുകളോട് പ്രത്യേകിച്ച് അള്ളാഹു പറയാണ് അവരെ പരീക്ഷിക്കുമെന്ന്. അതേ രീതിയിൽ തന്നെയാണ് സൂറത്തു ആലി ഇമ്രാൻ, മദീനയിൽ ഇറങ്ങിയ സൂറത്താണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ് ലതുബ്ലവുൻ, നിങ്ങൾ പരീക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. അവിടെ ലതുബ്ലവുൻ എന്നുള്ളടത്ത് ലാമു തൗതിയാലിൽ ഖസമാണ്, വല്ലാഹി ലതുബ്ലവുൻ എന്നാണ്. നിങ്ങൾ പരീക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. എവിടെ പരീക്ഷിക്കും? ഫി അംവാലിക്കും ഫി അൻഫുസിക്കും, സ്വത്തുക്കളിൽ, ശരീരങ്ങളിൽ. ആളുകൾ സ്വീകരിച്ചാലില്ലെങ്കിലും ആ പരീക്ഷണം ഈ ഭൂമിക്ക് പരപ്പിൽ വന്നിറങ്ങുക തന്നെ ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധരും വിശിഷ്ടരും ഒക്കെ ഈ പരീക്ഷണത്തിൽ അതിന് വിധേയരായിട്ടുണ്ട്. ആ പരീക്ഷണങ്ങളിൽ വിജയം വരിച്ച് അവർ നേടേണ്ടത് നേടി. ഈ നശ്വരമായ ദുനിയാവിൻ്റെ ചില സമയങ്ങളിൽ ഏൽക്കേണ്ടി വരുന്ന ചില പരീക്ഷണങ്ങൾ, അതിൽ പടച്ച റബ്ബ് പറഞ്ഞത് പ്രകാരം അതിനോട് പെരുമാറി നിത്യാനുഗ്രഹം, നിത്യസൗഖ്യം, നിത്യക്ഷേമം, സ്വർഗീയാനുഗ്രഹം അതൊക്കെ ഏറ്റുവാങ്ങിയിട്ടാണ് അവർ ഈ ദുനിയാവിൽ നിന്ന് യാത്രയായിട്ടുള്ളത്. ഞാൻ പറഞ്ഞു വരുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല മുസീബത്തുകൾ കൊണ്ട് പരീക്ഷിക്കുക എന്നുള്ളത് അത് ആളുകളുടെ വിഷയത്തിലാകാം, സ്വത്തുക്കളുടെ വിഷയത്തിലാകാം, ഒക്കെ അതിന് പല മുഖങ്ങളാണ്, പല നിലക്കാകാം. എന്താ ആയത്തിൽ പറഞ്ഞതുപോലെ ഒരറ്റത്തിരുന്ന് അള്ളാഹ്ക്ക് ഇബാദത്തെടുത്തിട്ട് ഇത് ഏൽക്കേണ്ടി വരുമ്പോൾ അള്ളാഹിനെ വിഗണിച്ച്, അള്ളാഹു നമ്മെ കാക്കട്ടെ, നഊദുബില്ലാ, ദീനിനെ വിഗണിച്ച് പുറംതിരിയുക, മുഖം തിരിക്കുക, ഗതിമാറുക എന്നുള്ള അവസ്ഥ അല്ല വിശ്വാസികൾക്ക് വേണ്ടത്. പിന്നെയോ ഇത് അഷ്റഫുൽ ഖൽഖിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചിട്ട് നമുക്ക് ഏറ്റവും നല്ല മാതൃകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ളത്, നമുക്ക് തന്നിട്ടുള്ളത്. ഒരു ഉപ്പ ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ
ആ ഉപ്പാക്ക് നൽകപ്പെട്ട സന്തതികൾ 7 എണ്ണത്തിൽ 6 എണ്ണം മരിക്കുക എന്ന് പറഞ്ഞാൽ ഒന്നാലോചിച്ച് നോക്കുന്നു. ഒരു പിതാവിൻ്റെ 7 മക്കളിൽ 6 പേരെ ആ പിതാവിൻ്റെ ഹയാത്തിൽ അള്ളാഹു എടുക്കുക എന്ന് പറഞ്ഞാൽ, ഒരു വ്യക്തി അദ്ദേഹത്തിന് ഈ ഭൂമിക്കുപരിയിൽ വലിയ ശത്രുക്കൾ, ആ ശത്രുക്കളിൽ നിന്ന് വീട്ടിനകത്തും വീട്ടിന് പുറത്തും രക്ഷയായി വർത്തിക്കാൻ 2 പേർ. ആ 2 പേരെയും അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്ക് പിറകെ മറ്റൊരാളായിട്ട് മരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ 10 വർഷം പ്രബോധനം നടത്തി. എത്ര തീക്ഷണമായ പരീക്ഷണങ്ങൾ, എത്ര മാനസിക ശാരീരിക പീഡകൾ. നുബുവത്തിൻ്റെ 10-ാം വർഷം എന്ന് പറഞ്ഞെങ്കിൽ ആ 10-ാം വർഷത്തിന് തൊട്ട് മുമ്പുള്ള 9ഉം 8ഉം 7ഉം മക്കയിൽ എന്തായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹാല്? അൽ മുഖാത്തഅത്തുൽ ആമ്മ എന്ന് പറഞ്ഞാൽ പൊതു നിസ്സഹകരണം. ആ പൊതു നിസ്സഹകരണത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിൽ നിന്ന് ഇറക്കപ്പെട്ടു. നബി കുടുംബം വീട്ടിൽ നിന്ന് ഇറക്കപ്പെട്ടു. വിശ്വാസികൾ അവരുടെ വീടുകളിൽ നിന്ന് ഇറക്കപ്പെട്ടു. തലക്ക് മുകളിൽ മാനം മണ്ണ് വിരിച്ച് മലഞ്ചെരിവിൽ കിടക്കുന്ന അവസ്ഥ ആലോചിച്ച് നോക്കൂ നിങ്ങൾ. പച്ചില നുള്ളി തിന്നുന്ന അവസ്ഥ ആലോചിച്ച് നോക്കൂ നിങ്ങൾ. തോല് ചുട്ട് വെള്ളത്തിലിട്ട് പുതിർത്തി കഴിക്കുന്ന അവസ്ഥ ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഉപജീവനം പോലും അങ്ങോട്ട് വിലക്കപ്പെട്ടു. സംസാരിക്കുന്നത് പോലും തടയപ്പെട്ടു. നിസ്സഹകരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പൂർണ്ണാർത്ഥത്തിൽ അതായിരുന്നു നുബുവത്തിൻ്റെ 7, 8, 9 വർഷങ്ങൾ. 10-ാം വർഷം മുഹറം പിറന്നപ്പോഴാണ് ഈ നിസ്സഹകരണം മക്കക്കാരെ അവസാനിപ്പിച്ചത്. ആ നിസ്സഹകരണത്തിൻ്റെ ഊരുവിലക്കിൻ്റെ മലഞ്ചെരുവിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ വീട്ടിലേക്ക് ഇറങ്ങിയിട്ട് ഒന്ന് നിശ്വസിക്കുകയാണ്. 3 വർഷത്തെ അതിസാഹസികമായ ഏറെ പ്രയാസകരമായ ആ ദിനരാത്രങ്ങൾ, നീണ്ട ദിനരാത്രങ്ങളുടെ ആ ദുരിതാവസ്ഥയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മോചിതമായി തൻ്റെ വീട്ടിലേക്കെത്തി. വീട്ടുകാരോടൊത്ത് കഴിയുമ്പോൾ അബൂ താലിബിൻ്റെ മരണം. ഈ അബൂ താലിബായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വീടിന് പുറത്ത് ശത്രുക്കളിൽ നിന്നൊരു രക്ഷ ഉണ്ടായിരുന്നു. ഈ അബൂ താലിബ് മരിച്ച് പിന്നെ ദിനരാത്രങ്ങൾക്കപ്പുറം വീടിനകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ ആശ്വാസമായിരുന്ന ഉമ്മുൽ മുഅ്മിനീൻ ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ വഫാത്ത്. ഈ 2 പേർ ഇവിടെ ജീവിച്ചിരുന്ന കാലത്ത് അള്ളാഹിൻ്റെ ഔദാര്യത്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് പോകേണ്ട ഒരവസ്ഥ ഉണ്ടായിരുന്നില്ല. പീഡനങ്ങൾ പലതും സഹിക്കേണ്ടി വന്നാലും. പക്ഷേ നോക്കൂ നിങ്ങൾ, നുബുവത്തിൻ്റെ 10-ാമത്തെ വർഷം അബൂ താലിബ് മരിച്ചു, ഖദീജ റളിയല്ലാഹു തആല അൻഹയും മരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെ തുടർന്നാണ് തായിഫിലേക്ക് പോണത്. ഇനി മക്കയിൽ പ്രബോധന ജീവിതം അസാധ്യം എന്ന അവസ്ഥ വന്നപ്പോൾ അപ്പോഴാണ് തായിഫിൽ പോണത്. തായിഫിൽ പോയിട്ട് എന്തുണ്ടായത് നമുക്കറിയാം ചരിത്രം. അപ്പോൾ നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കേട്ടതായ പരീക്ഷണങ്ങൾ, അതിൻ്റെ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ ഇതുപോലെ വിശുദ്ധന്മാരുടെ അളവിൽ നമ്മൾ പലത് വായിക്കുന്നു. ഞാൻ പറഞ്ഞത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പലവിധ പരീക്ഷണങ്ങൾ ഈ ദുനിയാവിൽ അവതരിപ്പിക്കും. അത് നമ്മളിലൂടെ കടന്നു പോകുന്ന അവസ്ഥ വരും. പക്ഷേ നമ്മൾ എങ്ങനെ അതിനോട് പെരുമാറണം എന്നുള്ളതാണ്. ഇമാം അദ്ദഹബി അദ്ദേഹത്തിൻ്റെ കിതാബുൽ ഇബർ എന്ന് പറയുന്നൊരു ഗ്രന്ഥം, അതിൽ ഹിജ്റയുടെ 322 ദമസ്കിൽ ഉണ്ടായ ഒരു പ്രകൃതി ദുരന്തത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഇമാം ഇബ്നു അസാക്കിർ അദ്ദേഹത്തിൻ്റെ താരീഖ് ദിമഷ്കിൽ അതിനെ തുടർന്ന് അടുത്ത വർഷം 232 അതേപോലെ 233 ഇങ്ങനെയാണ് ഇമാം ദഹബിയും അതേപോലെ ഇബ്നു അസാക്കിറും അടുത്ത വർഷങ്ങളിലുണ്ടായ പ്രകൃതി ദുരന്തങ്ങളെക്കുറിച്ച് പറയുന്നത്. ആ ദുരന്തത്തിൽ ദിമഷ്ക് വിറച്ചതോടുകൂടി മല ഇടിഞ്ഞു, പാറകൾ ഉരുണ്ട് വന്നു, മരങ്ങളും അതേപോലെ തന്നെ പല വസ്തുക്കളും വീടുകൾക്ക് നേരെ ഇരച്ചു വന്നു. മസ്ജിദുകൾ തകർന്നു, വീടുകൾ തകർന്നു. ഇതിൻ്റെ നാശനഷ്ടങ്ങൾ അങ്ങോട്ട് ഫലസ്തീൻ്റെ ഭാഗങ്ങളിലേക്ക് ഉണ്ടായതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം രേഖപ്പെടുത്തി. വലിയ പ്രകൃതി ദുരന്തമായിരുന്നു അന്ന് സംഭവിച്ചത്. പക്ഷേ ഇബ്നുൽ ജൗസി പറയുകയാണ്, ഈ ഒരു മുസീബത്ത് ദിമഷ്കിൽ വന്നപ്പോൾ 2 ആളും പറയുന്നുണ്ട്, മുസ്ലിമീങ്ങൾ ഒന്നടങ്കം മുസല്ലയിലേക്ക്, എല്ലാവരും മുസല്ലയിലേക്ക്, എന്നിട്ട് അള്ളാഹുവിനെ നിസ്കരിച്ചു, അള്ളാഹുവിനോട് ദുആ ചെയ്തു. അവർ അള്ളാഹു വിനയപ്പെട്ട് അള്ളാഹുവിനോട് കരയുകയായിരുന്നു, അള്ളാഹുവിനോട് കേഴുകയായിരുന്നു. ശരിയാണ്, ഒരു മുസീബത്ത് വന്നു എന്ന് നേരാണ്. പക്ഷേ വലിയ ആശ്വാസത്തിൻ്റെ ഒരു സമൃദ്ധിയുടെ നാളെ പിന്നീട് പുലരുകയുണ്ടായി എന്നാണ്. വിശ്വാസികൾ അവർ അള്ളാഹുവിനോട് കരഞ്ഞു കേണ് വഴിപ്പെടുന്ന ഭവ്യരാകുന്ന അവസ്ഥയാണ് അവിടെ. പ്രത്യേകം ഇബ്നു അസാക്കിറും അതേപോലെ തന്നെ ദഹബിയും ഈ ഒരു സംഭവത്തിനെ ഉണർത്തിയിട്ട് പിന്നെ ഉദ്ധരിക്കുന്നത്. പ്രകൃതി പ്രതിഭാസങ്ങൾ പ്രതികൂലമായി ഭവിക്കുമ്പോൾ ഒരു വിശ്വാസി കൂടുതൽ ഭക്തനാവണം, അള്ളാഹുവിന് കൂടുതൽ ഭവ്യമായി ഭയചകിതമായി പെരുമാറണം എന്നുള്ളതാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അതാണ് നമ്മൾ ആയത്തിൽ
ഫലൗലാ ഇദ് ജാഅഹും ബഅ്സുനാ തദറഉ. നമ്മളുടെ പരീക്ഷണം വരുമ്പോൾ അവരെന്തുകൊണ്ട് ഭവ്യരാകുന്നില്ല, ഭക്തരാകുന്നില്ല, വിനയപ്പെടുന്നില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചില്ലേ? പരീക്ഷിക്കുന്നത് അല്ലാഹു ലഅല്ലഹും യതദറഊൻ എന്നാണ്. ആളുകൾ കൂടുതൽ മയപ്പെടാനാണ്, ആളുകൾ കൂടുതൽ ആർദ്രതയുള്ളവരായി ഭക്തരായി അള്ളാഹുവിനോട് പെരുമാറുന്നതിന് വേണ്ടിയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പലയിടത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഈ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ സജീവമായ വർത്തമാന യുഗത്തിൽ പലരെയും കാണുന്നത് എങ്ങനെ? ചിലർ ഒലക്ക മുണിങ്ങിയ മാതിരി നിഗളിച്ച് നിൽപ്പാണ്. അള്ളാഹുവിന് നേരെ വെല്ലുവിളി ഉയർത്തുന്ന ദുർഗതിയാണ്. അള്ളാഹു നമ്മെ കാക്കട്ടെ. നഊദു ബില്ലാഹ്. ഒരു പരീക്ഷണം കാണുമ്പോൾ ആ പരീക്ഷണത്തിന് വിധേയരായവർ പെരുമാറേണ്ടത് എങ്ങനെ, അതിൻ്റെ അനുഭവസ്ഥർ അത് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ദൃക്സാക്ഷികളും അത് നോക്കിക്കാണുന്ന ആളുകളും. എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല എന്നുള്ള ഒരു ഹദീസിൽ ഒരു പരീക്ഷണം ഏറ്റ ആളെ കണ്ടാൽ എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്? എന്ത് പറയാനാ പറഞ്ഞത്? അൽഹംദുലില്ലാഹില്ലദീ ആഫാനി മിമ്മ ഇബ്തലാക ബിഹി വഫദ്ദലനി അലാ കസീരിൻ മിമ്മൻ ഖലഖ തഫ്ദീല എന്ന് പറയാനാ പറഞ്ഞത്. നമ്മൾ എത്ര ദുരന്ത മുഖങ്ങൾ കണ്ടു, ദുരന്ത കാഴ്ചകൾ കണ്ടു, ദുരന്തം തീർത്ത എത്രയെത്ര അവസ്ഥകൾ, ആളുകൾ ഒക്കെ നമ്മൾ കണ്ടു. നമ്മളുടെ ഉള്ളം തട്ടി ഇങ്ങനെ ഒരു ഹംദ് വന്നോ, ഇങ്ങനെ ഒരു ശുക്ർ പറഞ്ഞോ? സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഒരാൾ ദുരിതം കാണുമ്പോൾ അൽഹംദുലില്ലാഹില്ലദീ ആഫാനി മിമ്മ ഇബ്തലാക ബിഹി വഫദ്ദലനി അലാ കസീരിൻ മിമ്മൻ ഖലഖ തഫ്ദീല എന്ന് ചൊല്ലിയാൽ ലം യുസിബുഹു ദാലികൽ ബല, അങ്ങനത്തെ ഒരു കെടുതി ഇത് ചൊല്ലിയവന് ബാധിക്കൂല എന്നാണ്, ഏൽക്കൂല എന്നാണ്. കായിനം മാക്കാൻ ഹദീസിന്റെ പ്രയോഗമാണ്. കായിനം മാക്കാൻ, ആ ബാധിച്ചത് എത്രമേൽ എങ്ങനെയായാലും ശരി. മാ ആഷ് എന്നൊരു നിവേദനത്തിൽ കാണാം. മാ ആഷ് എന്ന് പറഞ്ഞാൽ അവൻ ജീവിക്കുന്ന കാലം അത്രയും അങ്ങനത്തെ ഒരു ദുരിതം ഏൽക്കൂല എന്ന്. പക്ഷെ നമ്മളത് കാണുമ്പോൾ ഇങ്ങനെ പ്രഖ്യാപിക്കണം. ചില നിവേദനങ്ങളിൽ ശകറ ദാലിക നിഅമ എന്നാണ്. ആ ദുരിതം നമുക്ക് ഏറ്റില്ലല്ലോ, അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ നിന്ന് നമ്മളെ കാത്തു. അതൊരു അനുഗ്രഹമാണ്. ആ അനുഗ്രഹത്തിന് നന്ദി പ്രകാശിപ്പിക്കലാണ് ഇങ്ങനെ ചൊല്ലൽ എന്നാണ്. നമ്മൾ രാവിലെയും വൈകുന്നേരം അതേപോലെ തന്നെ എല്ലായ്പ്പോഴും ഇതൊക്കെ കാണുകയാണ്, മാറി മാറി കാണും, ചാനലുകൾ മാറി മാറി കാണും. പക്ഷേ നമുക്കൊക്കെ ഈ ഒരു മൊഴി, ഈ ഒരു ഹംദ് നമ്മളുടെ അളവിൽ വരുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ വന്നിട്ടുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. നമ്മൾ ചൊല്ലുന്നതിനെക്കുറിച്ച് ഇത് നമ്മൾ പഠിക്കണം. അൽഹംദുലില്ലാഹില്ലദീ ആഫാനി മിമ്മ ഇബ്തലാക ബിഹി, നിന്നെ പരീക്ഷിച്ചതിൽ നിന്ന് എന്നെ രക്ഷിച്ച അള്ളാഹുവിന് മാത്രമാകുന്നു സ്തുതികളെല്ലാം. വഫദ്ദലനി അലാ കസീരിൻ മിമ്മൻ ഖലഖ തഫ്ദീല, അള്ളാഹു സൃഷ്ടിച്ചതിൽ പലതിനേക്കാളും എനിക്ക് അള്ളാഹു ശ്രേഷ്ഠത കൽപ്പിച്ചു, മഹത്വം കൽപ്പിച്ചു. അങ്ങനെയുള്ള അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും എന്ന് നമ്മൾ പറയേണ്ടത്. അതേപോലെ തന്നെ പരീക്ഷയ്ക്ക് വിധേയരായവരെ സംബന്ധിച്ചിടത്തോളം, അവരിൽ വിധിവിലക്ക് ബാധകമായവരെ സംബന്ധിച്ചിടത്തോളം സംഭവം ശരിയാണ്. നമ്മൾ അസ്വസ്ഥമാകും. അൽ ജസ എന്ന് പറയും, അസ്വസ്ഥത. അത് ഒരു വിശ്വാസിയിൽ വന്നുപോകും, വരണം എന്നല്ല. വിശ്വാസി വിധിയിൽ തൃപ്തനായിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ തനിക്ക് വിധിച്ചതെന്തോ അതിൽ തൃപ്തനായിരിക്കണം. പക്ഷെ വിധി അത് പ്രകടമാകുമ്പോൾ ചിലപ്പോൾ നമുക്ക് അസ്വാരസ്യം, ചിലപ്പോൾ നമുക്ക് അസ്വസ്ഥത ഇതുണ്ടാകും. അത് വിധിച്ചതിലല്ല, പിന്നെ ഈ വിധി പ്രകടമാകുമ്പോൾ ഉണ്ടാകുന്ന പ്രതികരണം അസ്വസ്ഥത എന്നുള്ളത് ഉണ്ടാകും. സൽമാൻ ഫാരിസി ദീനത്തിൽ കടന്ന സമയം അദ്ദേഹത്തെ രോഗസന്ദർശനം നടത്തിയ ആളുകൾ ചോദിക്കുന്നുണ്ട്, മഹാദൽ ജസ, എന്താണ് ഈ അസ്വസ്ഥത എന്ന് ചോദിക്കുന്നുണ്ട്. സൽമാൻ ഫാരിസിയൊക്കെ സ്വർഗം കൊതിച്ചു കഴിയുന്ന, സ്വർഗമാണ് കൊതിക്കണത്. ആരെ? സൽമാന്. സാധാരണ സ്വർഗത്തെ കൊതിക്കാറുള്ളൂ, ഇത് സ്വർഗം ഇങ്ങോട്ട് കൊതിക്കുന്ന ചിലർ, അതിൽപ്പെട്ടതാണ് സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു തആല. അങ്ങനെയുള്ള മഹാൻ ദീനത്ത് കിടക്കുമ്പോൾ മദായിനിൽ എന്താണ് ജസ എന്ന് ചോദിക്കൽ. അപ്പം അദ്ദേഹം എന്താ ജസ പറയുന്നത്, അസ്വസ്ഥത പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോടൊരു വസിയത്ത് ചെയ്തിരുന്നു, ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ ഒരു യാത്രികൻ്റെ പാതയം അത്ര മതി വരുമാനം, കൂടുതൽ വേണ്ട എന്ന് പറഞ്ഞിരുന്നു. അസ്വസ്ഥത കൂടുതലായി പോയിട്ടുണ്ടോ എന്നുള്ളതിലാണ് എന്ന് പറയാം. സൽമാൻ ഫാരിസി മരിച്ചു റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹം എന്താണ് സമ്പാദിച്ചത് നോക്കുമ്പോൾ 15 ദിർഹം, ചിലർ 30 ദിർഹം, ചിലർ അതിനേക്കാൾ ദിർഹമായിരുന്നു അദ്ദേഹത്തിൻ്റെ ആകെ വരുമാനം എന്നാണ്. 30 ദിർഹം എന്ന് പറഞ്ഞാൽ ചെറിയൊരു സംഖ്യയാണ്. പക്ഷെ എന്നിട്ട് അത് കൂടുതലായി പോയി എന്നതിൽ അസ്വസ്ഥത, അതാണ് അവിടെ പറയുന്നത്. ഞാൻ പറഞ്ഞു വെച്ചാൽ അസ്വസ്ഥത ചില പ്രകടനങ്ങളിൽ വന്നു പോയേക്കും. പക്ഷേ ക്ഷമ കൊണ്ട് നമ്മൾ ആ അസ്വസ്ഥതയെ നിയന്ത്രിക്കണം.
വബശ്ശിരി സാബിരീൻ, അത് നിർബന്ധമാണ് ക്ഷമിക്കുക എന്നുള്ളത്. പിന്നെ ആ ക്ഷമയെ തുടർന്ന് റിദ എന്ന് പറഞ്ഞാൽ എന്താ? ക്ഷമിച്ചിട്ട് നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ വിധിച്ചത് തൃപ്തിപ്പെടുക എന്നുള്ളത്. പിന്നെ ശുക്ർ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ വിധിച്ചതിൽ അള്ളാഹ്ക്ക് നന്ദി പറയൽ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ പരീക്ഷണത്തിൽ പരിമിതപ്പെടുത്തി. അള്ളാഹു എല്ലാത്തിനും കഴിവുറ്റവനാണ്, ഇതിനേക്കാൾ കഠിനമാക്കാൻ കഴിവുറ്റവനാണ്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിൽ പരിമിതപ്പെടുത്തി എന്നതിനാണ് അള്ളാഹ്ക്ക് ശുക്ർ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിൽ വല്ല നന്മയും നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ആ നന്മ അള്ളാഹു കനിയാൻ ശുക്ർ. ഇങ്ങനെ ഒരു പരീക്ഷണേ അള്ളാഹു തന്നിട്ടുള്ളൂ. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല പാരിതോഷികം എത്ര നൽകി? അള്ളാഹ് തന്ന നിഅമത്തുകൾ എത്രയാണ്? അതിനെ അപേക്ഷിച്ച് ഇത് പുലഹം പരിമിതമാണ്, കുറവാണ്. ഇങ്ങനെയൊക്കെ ശുക്ർ, ക്ഷമിക്കുക എന്നുള്ളത് തന്നെ വലിയത്. അതിനെ തുടർന്ന് ആ സംഭവിച്ചതിലുള്ള റിദ, തൃപ്തി, പിന്നെ അത് സംഭവിപ്പിച്ചതിൽ അള്ളാഹ്ക്ക് ശുക്ർ. ഇങ്ങനെയായിരുന്നു സച്ചരിതർ, ഇങ്ങനെയായിരുന്നു സൽവൃത്തർ. പ്രതികൂലാവസ്ഥകൾ അവരെ വേട്ടയാടുന്ന സന്ദർഭത്തിൽ എന്നുള്ളത് അതിൻ്റെ ചരിത്രങ്ങൾ നമ്മൾ ധാരാളം വായിക്കും ഇസ്ലാമിക അധ്യാപനങ്ങളിൽ. ഇന്നൽ അബ്ദ ഇദാ സബഖത് ലഹു മിനല്ലാഹി മൻസിലത്തുൻ ലം യബ്ലുഗുഹാ ബിഅമലിഹി ഇബ്തലാഹു അല്ലാഹു ഫീ ജസദിഹി വഫീ മാലിഹി വഫീ വലദിഹി സുമ്മ യുസബ്ബിറുഹു അലൈഹി ഹത്താ യുബല്ലിഗഹു തിൽക്കൽ മൻസില ഔ കമാ ഖാൽ. സ്വല്ലല്ലാഹു തങ്ങൾ പറഞ്ഞ ഒരു തിരുമൊഴി, ലജ്ലാജ് ഇബ്നു ഹക്കീം അസ്സുലമി എന്ന് പറയുന്ന സഹാബിയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇത് അപൂർവ പേരാണ്. ലജ്ലാജ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇന്നൽ അബ്ദ, ഒരടിമ, ഇദാ സബഖത് ലഹു മിനല്ലാഹി മൻസില, അയാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് സ്വർഗത്തിലെ ഒരു ഉയർന്ന പദവി വിധിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ, സ്വർഗത്തിലെ ഒരു അത്യുന്നത പദവി ഒരു അടിമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വിധിച്ചിട്ടുണ്ട്. പക്ഷേ ആ പദവിയിലെത്താൻ അയാളുടെ കർമ്മങ്ങൾ പോരാ. അയാളുടെ കർമ്മങ്ങൾ ആ പദവിയിൽ തേടിപ്പിടിക്കാൻ പര്യാപ്തമല്ല എങ്കിൽ, പോരാ എങ്കിൽ, ഇബ്തലാഹുല്ലാ, ആ അടിമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കും. എവിടെ പരീക്ഷിക്കും? ഫീ ബദനിഹി, അവൻ്റെ ശരീരത്തിൽ, വമാലിഹി, അവൻ്റെ സമ്പത്തിൽ, വവലദിഹി, അവൻ്റെ സന്തതികളിൽ അള്ളാഹു അവനെ പരീക്ഷിക്കും. സുമ്മ യുസബ്ബിറുഹു അലൈഹി, എന്നിട്ട് ഈ പരീക്ഷണത്തെ സഹിക്കുവാനുള്ള ക്ഷമ അയാൾക്ക് അള്ളാഹു പ്രദാനം ചെയ്യും. അള്ളാഹു ക്ഷമിക്കാനുള്ള താക്കത്ത് നൽകും. എത്രത്തോളം? ആ മൻസിലത്ത്, സ്ഥാനം അയാൾക്ക് എത്തിപ്പിടിക്കാനാകുവോളം അള്ളാഹു അയാളെ ക്ഷമിപ്പിക്കുമെന്ന്. അള്ളാഹു സുബ്ഹാനഹു വ തആല ചില പരീക്ഷണങ്ങളെ തരുമ്പോൾ അതിലൊക്കെ വലിയ യുക്തിയും പൊരുളുമുണ്ട്. അള്ളാഹു നീതിമാനാണ്, അള്ളാഹു ഹിക്മത്തുടയവനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അന്യായമായി അക്രമപരമായി അളവ് വിധിക്കാത്ത അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. അവൻ അർഹമുർ റാഹിമീൻ ആണ് എന്നുള്ളത് നമ്മൾ നെഞ്ചേറ്റേണ്ട വിഷയമാണ്. മൻ യഅമൽ സൂഅൻ യുജ്സ ബിഹി, വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത്, മൻ യഅമൽ സൂഅൻ, വല്ലവരും വല്ല തെറ്റും ചെയ്താൽ, യുജ്സ ബിഹി, ആ തിന്മക്കുള്ള പ്രതിഫലം നൽകപ്പെടും, ശിക്ഷ നൽകപ്പെടും. തിന്മ ചെയ്താൽ മൻ യഅമൽ സൂഅൻ എന്നാണ്. എന്തൊരു തിന്മ ചെയ്താലും യുജ്സ ബിഹി, അതിന് ശിക്ഷ കിട്ടുമെന്നാണ് അള്ളാഹു പറയുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടക്കം ഈ ആയത്ത് ഇറങ്ങിയപ്പോൾ അസ്വസ്ഥായി. നല്ല തിന്മയും ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടാവുമോ? അള്ളാഹു പറയുന്നതാകട്ടെ മൻ യഅമൽ സൂഅൻ എന്നാണ്. ആ സൂഅൻ എന്നതിലെ തൻവീൻ തഹ്ഖീറിനാണ്. അത്ര നിസ്സാരമായി, തഖ്ലീൽ, ചെറുതായി ഗണിക്കപ്പെട്ടാലും അതിൽ ശിക്ഷ വരും എന്ന അർത്ഥത്തിൽ ആയത്തിറങ്ങിയപ്പോൾ തങ്ങളോട് ആളുകൾ അസ്വസ്ഥമായി പറഞ്ഞു, ഇതെന്താണ് എന്നുള്ള രീതി. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആളുകളോട് പറയാണ്, സദ്ദിദു വഖാരിബു ഫി കുല്ലി മാ യുസാബു ബിഹിൽ മുസ്ലിം ലഹു കഫാറ ഹത്ത നക്ബതി യുൻകിബുഹാ അവിശൗകതി യുശാകുഹാ എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. എന്താ പറഞ്ഞത്? സദ്ദിദു വഖാരിബു. എന്താ സദ്ദിദു വഖാരിബു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ തീവ്രവാദികളാകണ്ട, നിങ്ങൾ ശുഷ്ക നിലപാടിൻ്റെ ആളുകളുമാകണ്ട, നിങ്ങൾ മധ്യമ മാർഗത്തിൽ ചലിക്കുക. ഖാരിബ് എന്നതിൻ്റെ അർത്ഥം. സദ്ദിദു എന്ന് പറഞ്ഞെങ്കിൽ കഴിയുന്നിടത്തോളം ശരി പ്രവർത്തിക്കാൻ, ശരി ലക്ഷ്യമാക്കി, തെറ്റ് വരാതെ നല്ലത് ശരി പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുക കഴിയുന്നിടത്തോളം. എന്നിട്ട് പറയാണ്, ഒരു ദാസൻ ഒരു മുസ്ലിമിനെ ഏൽക്കുന്ന എല്ലാതും അവന് കഫാറത്താണ്, എല്ലാതും അവന് കഫാറത്താണ്. എന്ന് പറഞ്ഞാൽ തിന്മ വന്നിട്ടുണ്ടെങ്കിൽ ആ തിന്മയെ കഴുകാൻ, പോക്കാൻ, അതിന് പ്രായശ്ചിത്തമായിട്ട് നമുക്ക് ഏൽക്കുന്ന മുസീബത്തുകൾ അതെന്തായാലും അത് മതി. എന്നിട്ട് പറയണം ഹത്തൻ നുക്ബ ഇൻകബുഹായന, പ്രകൃതി ദുരന്തങ്ങൾ, കാലക്കെടുതികൾ ഒരു മുസ്ലിമിനെ ഏൽക്കുന്നുവെങ്കിൽ അത് അവൻ്റെ പ്രായശ്ചിത്തമാണ്. വശൗകതു യുശാകുഹ, കാലിൽ ഒരു മുള്ളു തറക്കുന്നുവെങ്കിൽ അതുപോലും പ്രായശ്ചിത്താണ്. അതുകൊണ്ട് തന്നെ ഏതൊരു തിന്മക്കും
അതിന് ശിക്ഷയുണ്ട് എങ്കിൽ ആ ശിക്ഷയെ മായ്ക്കാൻ ഏൽക്കുന്ന മുസീബത്തുകൾ മതി. മുസീബത്ത് ഏറ്റില്ലെങ്കിൽ അതൊരു മുള്ളു തറക്കുന്നതാണെങ്കിൽ വരെ തിന്മയെ മായ്ക്കാനും പോക്കാനും അത് മതി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയണ്ടായി. അപ്പോൾ നമ്മൾ ഒരു പ്രയാസം ഏൽക്കുന്നുവെങ്കിൽ ആ പ്രയാസം നമുക്ക് പ്രായശ്ചിത്തമാണ്, അത് നമ്മളെ കഴുകാനും ശുദ്ധീകരിക്കാനുമാണ് എന്നുള്ളത് നമുക്ക് ഇവിടെ നബിയുനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഇവിടെ നിത്യവാസമല്ലല്ലോ, ഇന്നല്ലെങ്കിൽ നാളെ ഇവിടുന്ന് ഇറങ്ങണ്ടേ. അത് ഏത് നിലയ്ക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല വിധിച്ച പ്രകാരം. പക്ഷെ അവിടെ എത്തുമ്പോൾ വിശുദ്ധരായി, പാപം കഴുകപ്പെട്ടവരായി, പരിശുദ്ധരായി പടച്ചറബിൻ്റെ കോടതിയിലേക്ക് സന്നിഹിതരാവുക എന്നുള്ളതാണ് വേണ്ടത്. അള്ളാഹു പാപം കഴുകാനും ശുദ്ധീകരിക്കാനും വിമലീകരിക്കാനും പല കാര്യങ്ങളാണ് നിശ്ചയിച്ചിട്ടുള്ളത്. അതിൽപ്പെട്ടതാണ് ഇത്തരം ചില പ്രതികൂലാവസ്ഥകൾ ഈ പ്രകൃതിയിൽ, ഈ ഭൂമിക്കുപരിയിൽ നമുക്ക് ഏൽക്കേണ്ടി വരുന്നത് എന്നുള്ളതാണ്. നമ്മൾ പരീക്ഷിക്കപ്പെട്ടവരെ കാണുമ്പോൾ പറയേണ്ടതും പെരുമാറേണ്ടതും നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഒപ്പം നമ്മൾ വായിക്കേണ്ട ഒരു വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത്തരം പ്രതികൂലാവസ്ഥയിൽ പൊറുതിമുട്ടുന്നവരെ കണ്ടപ്പോൾ എങ്ങനെ പെരുമാറി എന്നുള്ള മറ്റൊരു വിഷയം. അത് കേവലം ഒരു ഹംദിൻ്റെ വർത്തമാനത്തിൽ പരിമിതപ്പെടുത്തിയില്ല. പിന്നെയോ അന്ന് വിശുദ്ധ മദീനയിലേക്ക് ഒരു വിഭാഗം ആളുകൾ, നിർധനർ, ഉടുതുണിക്ക് മറുതുണിയില്ലാത്തവർ, കഷ്ടതയിൽ ഉഴലുന്നവർ വന്നു. ഒരു വലിയ ആൾക്കൂട്ടായിരുന്നു വന്നത്. ഹുഫാത്തുൻ ഉറാത്തുൻ എന്നാണ് ഹദീസിൽ പ്രയോഗം. അവർ നഗ്നതയാണ് കൊടുത്തിട്ടുള്ളത്, നഗ്നപാതരായിരുന്നു. മുജ്താബി അന്നിമാർ എന്നാണ്. തോല്, വലിയ തോലുണ്ടല്ലോ, അതിങ്ങനെ നടുക്ക് ഓട്ടയാക്കിയിട്ട് അതായിരുന്നു അവർ ധരിച്ചിരുന്നത് എന്ന്. വലിയ തോല് അതിനെ നടുക്ക് ഓട്ടാക്കിയിട്ട് അത് തലയിൽ കൂടി ഇറക്കിയിട്ട് അതാണ് അവർ ധരിച്ചിട്ടുള്ളത്. അപ്പോൾ നോക്കൂ നിങ്ങൾ അവരെങ്ങനെയായിരിക്കുന്നു. നബി തങ്ങൾ ആ ആൾക്കൂട്ടം മദീനയിൽ വന്ന് നിന്നപ്പോൾ റസൂലുള്ളാഹിന്റെ മുഖം മട്ടുമാതി മ്ലാനമായി, ആ സുന്ദരമായ പൂവദനം അത് വിഷണ്ണമായി കാണപ്പെട്ടു എന്ന് നബി തങ്ങൾ ബിലാൽ എന്നവരെ വിളിച്ചിട്ട് ഉടനെ ബാങ്ക് കൊടുക്കാൻ പറഞ്ഞു. എന്നിട്ട് ആളുകളെ കൂട്ടി. അങ്ങനെ അപ്പോഴത്തേക്ക് ദുഹറിൻ്റെ സമയമായി, ദുഹർ നിസ്കരിച്ചു. ആളുകളൊന്നായിട്ട് കൂടിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ ആളുകളോട് പറയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ അവതരിപ്പിച്ചിരിക്കുന്നു എന്ന് രണ്ടായത്ത് ഓതി കൊടുത്ത്. യാ അയ്യുഹന്നാസ് ഇത്തഖൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ വഖലഖ മിൻഹാ സൗജഹാ വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ വത്തഖുല്ലാഹ അല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ. ഈ ആയത്ത് ഓതി. പിന്നെ അള്ളാഹു അവതരിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ റസൂൽ പറയുന്നത് അടുത്ത ആയത്ത് ഓതി. യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ് വത്തഖുല്ലാഹ ഇന്നല്ലാഹ ഖബീറുൻ ബിമാ തഅമലൂൻ. ഈ ആയത്ത് ഓതി. എന്നിട്ട് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത നഗ്നപാതരായ മനുഷ്യരെ, അവർ പട്ടിണി കോലങ്ങൾ, അവരെ സാക്ഷിയാക്കിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ മുന്നിൽ കൂടിയ സഹാബത്തിനോട് പ്രസംഗിക്കുകയാണ്. മാ മിൻകും മിൻ അഹദിൻ ഇല്ലാ സയുകല്ലിമുഹുല്ലാഹു യൗമൽ ഖിയാമ ലൈസ ബൈനഹു വബൈനല്ലാഹി തുർജുമാനുൻ യുതർജിമു ലഹു വലാ ഹാജിബു യഹ്ജുബുഹു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രസംഗിച്ചു വളരെ ഗൗരവത്തിൽ. ഈ സല കഴിഞ്ഞ ഉടനെ റസൂൽ ഒരു മിമ്പറിലേക്കാണ് കയറി. എന്നിട്ട് ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആളുകളോട് പറയാണ്, നിങ്ങളിൽ ആരുമില്ല അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോക കോടതിയിൽ അവനോട് സംസാരിക്കാതെ. അള്ളാഹു സംസാരിക്കുമ്പോൾ ലൈസ ബൈനഹു വബൈനല്ലാഹി തുർജുമാൻ, വിചാരണ ചെയ്യപ്പെടുന്ന ആളും വിചാരണ ചെയ്യുന്ന അള്ളാഹും തമ്മിൽ ഒരു പരിഭാഷകൻ ഇടയിലില്ലാത്ത വിധമാണ് വിചാരണ. യുതർജിമു ലഹു, അള്ളാഹ്ക്ക് പരിഭാഷപ്പെടുത്തി കൊടുക്കുന്ന ഒരു പരിഭാഷകനില്ലാതെയാണ് നേരിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കുമെന്ന്. വല ഹാജിബു യഹ്ജബുഹു, അള്ളാഹു സുബ്ഹാനഹു വ തആല മലിക്കുൽ മുലൂക്കായ അള്ളാഹുവാണ്. ആ അള്ളാഹുവിൽ നിന്ന് ആളുകളെ തടുക്കുന്ന ഒരു പാറാവുകാരനോ അല്ലെങ്കിൽ ഒരു കാവൽക്കാരനോ ഒന്നുമില്ല. നേരിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കുമെന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ അലം ഉഅതിക മാലം വവലദ, നിനക്ക് ഞാൻ സ്വത്തും സന്തതിയും ഒക്കെ തന്നിട്ടില്ലേ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും. അലം ഉഫ്ദിൽ അലൈക്, ഞാൻ നിനക്ക് ധാരാളം ഔദാര്യങ്ങൾ ചൊരിഞ്ഞിട്ടില്ലേ എന്ന് ചോദിക്കും. അലം ഉർസിൽ ഇലൈക റസൂലൻ, നിന്നിലേക്ക് യുബല്ലിഗുക്, നിന്നിലേക്ക് എത്തിക്കുന്ന ഒരു റസൂലിനെ ഞാൻ അയച്ചു തന്നിട്ടില്ലേ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും. അലം അജഅൽ ലക സമഅൻ വബസറൻ, നിനക്ക് കാണാൻ കണ്ണും കേൾക്കാൻ കാതും തന്നില്ലേ എന്നൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും എന്നൊക്കെ പറയും. എത്ര ഗൗരവത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ പ്രസംഗിച്ചത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആളുകളോട് സദഖയ്ക്ക് വേണ്ടിയിട്ട് പറയുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുമെന്നാണ്, ഇതൊക്കെ പഠിച്ചോൻ തന്നു, നിനക്ക് കാണാൻ കണ്ണ് തന്നു, കേൾക്കാൻ കാത് തന്നു, അള്ളാഹിൻ്റെ സന്ദേശങ്ങൾ എത്തിക്കാൻ റസൂലിനെ നിയോഗിച്ചു,
ധാരാളം ഔദാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നു, സന്തതി തന്നു, സമ്പത്ത് തന്നു. എന്നിട്ട് മാദാ ഖദ്ദംത ലിനഫ്സിക്, നീ നിനക്ക് വേണ്ടി എന്ത് കാലേ കൂട്ടി ചെയ്തു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുമെന്ന്. അപ്പോൾ ചോദ്യം ചെയ്യപ്പെടുന്ന മനുഷ്യൻ യൻദുറു ഖുദ്ദാമഹു വബഅദഹു, എൻ്റെ മുന്നിലേക്ക് നോക്കും, അതിൻ്റെ അപ്പുറത്തേക്ക് നോക്കും. യൻദുറു യമീനഹു, അതേപോലെ ഷിമാൽ, ഇടത്തും വലത്തും ഒക്കെ നോക്കുമെന്ന്. അവസാനം കാണാം യൻദുറു തിജാഹ വജ്ഹി, പിന്നെ മുന്നിലേക്ക് നോക്കുമ്പോൾ പിന്നെ കാണുന്നത് നാറു ജഹന്നം, നരകത്തിയാണ് എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ് ഇത്തഖുന്നാർ, നരകത്തെ കാക്കൂ. നരകത്തെ കാക്കൂ എന്ന് പറഞ്ഞ ഹദീസിലെ പ്രയോഗം അശാഹ ബിവജ്ഹി എന്നാണ്. നരകം മുന്നിൽ എന്ന പോലെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ ചൂടേൽക്കുന്ന പേടിയിൽ മുഖം തെറ്റിച്ചിട്ടാണ് ഇത്തഖുന്നാർ എന്ന് പറഞ്ഞത്. 3 തവണ ഇത്തഖുന്നാർ ഫഅശാഹ ബിവജ്ഹി, ഇത്തഖുന്നാർ ഫഅശാഹ ബിവജ്ഹി, ഇത്തഖുന്നാർ ഫഅശാഹ ബിവജ്ഹി എന്ന്. അത് പറയുമ്പോൾ നരകത്തെ കാക്കൂ എന്ന് പറഞ്ഞിട്ട് പറയുമ്പോൾ നരകത്തിൻ്റെ ചൂട് മുഖത്ത് തട്ടുമെന്ന് വിചാരിച്ചിട്ട് മുഖം മാറ്റിയെന്ന് വിശ്വാസ മതങ്ങൾ അത് പറഞ്ഞത് എന്നാണ്. വിശ്വാസ മതങ്ങൾ അങ്ങനെ പറഞ്ഞപ്പോഴാണ് പിന്നെ ആളുകൾ അവരുടെ ദീനാറുകൾ, ദിർഹമുകൾ, അതേപോലെ തന്നെ അവരുടെ വസ്ത്രങ്ങൾ, അതേപോലെ തന്നെ സാ ഉമ്മിൻ ബുർരിഹി വസാ ഉമ്മിൻ ഷഈരിഹി, ഗോതമ്പുള്ളവർ ഗോതമ്പിൽ നിന്ന്, ഷഈറു ബാറിലുള്ളവർ അതിൽ നിന്നൊക്കെ കൊണ്ടുവന്നിട്ട് വിശ്വാസ മതങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ച വിഷയമൊക്കെ നമ്മൾ പറയില്ലേ, ഹദീസിൽ പറയാൻ. ആ ഹദീസ് എടുത്തുകൊണ്ട് ഹദീസാണ്. അതിൻ്റെ പ്രയോഗങ്ങൾ ഞെട്ടിപ്പിക്കുന്ന പ്രയോഗങ്ങളാണ്. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ ഇത് പര്യാപ്തമെല്ലാം തോന്നി ഈ സംഭാവന വന്നത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത്തഖുന്നാറ വലൗ ബിശിഖ്ഖി തംറത്തിൻ, ഒരു കാരക്കച്ചീളെങ്കിലും നൽകിയിട്ട് നിങ്ങൾ നരകത്തൊട്ട് കാക്കണേ എന്ന് പറഞ്ഞു. ഇനി അതിന് കഴിയാത്തവർ ബികലിമത്തിൻ ത്വയ്യിബത്തിൻ, ഒരു സൽവചനം ഒഴിഞ്ഞെങ്കിലും നിങ്ങൾ പിന്നെ നരകത്തെ കാക്കണേ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഹദീസിൽ കാണാം ഒരു അൻസാരി അയാളുടെ 2 കൈയിൽ നിറയെ നാണയങ്ങളുമായി വന്നു എന്നാണ്. അയാൾ വരുമ്പോൾ അയാൾക്കത് താങ്ങാനാവണില്ല, അയാളുടെ കൈകൾ അശക്തമാണ് അതിൻ്റെ ഭാരം ഏറ്റാൻ. അത്ര താങ്ങി പിടിച്ച് അയാൾ കൊണ്ടുവന്നിട്ടൊരു സദക്കാൻ കൊണ്ടുവന്നിട്ടുള്ളതാണ്. അയാളത് കൊണ്ടുവന്നിട്ടോടുകൂടി ആളുകൾ ഒന്നായിട്ട് പിന്നെയും കുറേ സദക്കകൾ അയാളിൽ മാതൃക കണ്ട് കൊണ്ടുവന്നിട്ടുള്ളതാണ്. അങ്ങനെ 2 കൂമ്പാരം, ഒന്ന് വസ്ത്രത്തിൻ്റേത്, മറ്റൊന്ന് ഭക്ഷണത്തിൻ്റേത് നബി തങ്ങളുടെ മുമ്പിൽ സംജാതമായപ്പോൾ ഫതഹല്ലല വജ്ഹു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഅന്നഹു മുദ്ഹിബത്തുൻ എന്നാണ് ഹദീസിൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖം പ്രസന്നവദനമായി, സ്വർണ്ണാങ്കിതം എന്ന പോലെ തിളങ്ങി എന്നാണ് ഹദീസിൻ്റെ പ്രയോഗം. അത്ര വലിയ സംഭാവനയാണ് അവിടെ പിരിയുകയുണ്ടായത് എന്നാണ് ഹദീസിൽ പറയുന്നത്. അതായിരുന്നു ആ നിർധനരുടെ, പട്ടിണിപ്പാവങ്ങളുടെ, ഉടുതുണിക്ക് മറുതുണിയില്ലാത്തവരുടെ പ്രശ്നങ്ങൾ കണ്ടപ്പോൾ, അറിഞ്ഞപ്പോൾ, അനുഭവിച്ചപ്പോൾ നബിയുനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം കാഴ്ചവെച്ച സൽമാതൃക. അതുകൊണ്ട് തന്നെ നമ്മൾ പരീക്ഷിക്കപ്പെടുന്നവരെ അറിയുമ്പോൾ, അവരെ കേൾക്കുമ്പോൾ, അവരെ കാണുമ്പോൾ, ഇങ്ങനെ അവരെ സഹായിക്കുന്ന, അവരുടെ വിഷമതകളിൽ അവർക്ക് ഒരു അളവ് വരെ അവരുടെ നോവകറ്റുന്ന, അവരുടെ വിഷമം പോക്കുന്ന സൽപെരുമാറ്റങ്ങളും സഹായങ്ങളും നമ്മളിൽ നിന്നുണ്ടാകണം. നമ്മുടെ സഹായഹസ്തങ്ങൾ അത്തരക്കാരുടെ നേരെ നീളണം എന്നുള്ളതാണ് നമ്മൾ പഠിപ്പിക്കപ്പെട്ടുള്ളത്. നമ്മുടെ ആദരവുറ്റ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിഷയത്തിൽ വലിയ തികഞ്ഞ നിറഞ്ഞ മാതൃകയാണ് എന്നതിൻ്റെ ചരിത്രം ഇതുപോലെ വേറെയും നമ്മൾ വായിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും എല്ലാ നന്മകളിലേക്കും ഉദവിയേറ്റി തുറവിയേറ്റി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹ്ക്ക് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ഒരു ആരോഗ്യം അള്ളാഹു നമുക്കെല്ലാം ഏറ്റി കനിയുമാറാവട്ടെ. നമ്മളോട് ദുആക്ക് വസിയത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങൾ അള്ളാഹു അവർക്ക് നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്നവർക്ക് അള്ളാഹു ആഫിയത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ വീഴ്ചകൾ പൊറുക്കുമാറാവട്ടെ, തെറ്റുകളെ നികത്തുമാറാവട്ടെ. എല്ലാ നന്മകളിലേക്കും അള്ളാഹു നമുക്ക് തുറവിയും ഉദവിയും പ്രദാനം ചെയ്യട്ടെ. ഈ ഒരു പുണ്യത്തിൽ ഇവിടെ നമ്മളെ അള്ളാഹു ഒരുമിച്ച് കൂട്ടി ഇതിനേക്കാൾ ശ്രേഷ്ഠപ്പെട്ടൊരു വേദിയിൽ സ്വർഗത്തിൽ ഇടം കാണാൻ അള്ളാഹു നമ്മളെ എല്ലാവരെയും സഹായിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الملة والدين واحفظ اللهم هذا البلد آمنا مطمئنا رخاء سخاء وسائر ديار المسلمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم. ഗൈഡൻസ് TV ഇസ്ലാമിക് ദഅവ യൂട്യൂബ് ചാനൽ. മതധാർമ്മിക വൈജ്ഞാനിക പഠനത്തിന് ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ ദമാം IT വിഭാഗം അവതരിപ്പിക്കുന്നു ഗൈഡൻസ് TV യൂട്യൂബ് ചാനൽ. ഗൈഡൻസ് TV
ലൈറ്റ് ഫോർ ലൈഫ്.